അമിത്ഷാ ജന്മഭൂമി പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയുണ്ടായി. ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും അദ്ദേഹം തുറന്ന് പറഞ്ഞു. കേരള ഭരണം BJPക്ക് ഒരു പടി മാത്രം അകലെയെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അമിത്ഷായുടെ അഭിമുഖം എടുത്ത മാധ്യമപ്രവർത്തകർ ജനം TVയോടൊപ്പം ചേരുകയാണ്. ആദ്യം മുതിർന്ന മാധ്യമപ്രവർത്തകരും ജന്മഭൂമിയുടെ ഓൺലൈൻ എഡിറ്ററുമായ കാവാലം ശശികുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കാവാലം ശശികുമാർ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ഉരുക്കുമുഷ്ടിയാൽ നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശക്തമായി നേരിടും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്, അല്ലേ? അതെ, സത്യം. ഞങ്ങളുടെ ചോദ്യം അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ച കാര്യം ഇതായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനം നടപ്പിലായി, പക്ഷേ അതിലെ പ്രവർത്തകർ മറ്റ് പല സംഘടനകളിലും ചേക്കേറി പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ സഹായിക്കുന്ന വിവിധ സംഘടനകളും നിലവിലുണ്ട് എന്ന് കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അതിന് അദ്ദേഹം വളരെ വ്യക്തമായി, വളരെ വിശദമായി, സൂക്ഷ്മമായി മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ സംവിധാന പ്രകാരം നിരീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ശരി, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടനയെ നിരോധിച്ചത് ദേശീയ തലത്തിൽ നിരോധിച്ചു. ഒപ്പം തന്നെ ആ ദിവസം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഈ വിഷയത്തിൽ എത്രമാത്രം എത്രമാത്രം ദൃഢമായ തീരുമാനമാണ് സർക്കാരിൻ്റേത് എന്ന് കാര്യം ശ്രദ്ധിക്കണം എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇങ്ങനെ നിരോധിക്കപ്പെട്ട സംഘടനകളിലെ ആൾക്കാർ മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്, അത് നിരീക്ഷിക്കുന്നുണ്ട്. അതിന് ആ പ്രവർത്തകരെയും അതിന് സഹായം ചെയ്യുന്ന ആൾക്കാരെയും, സഹായം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സഹായമുണ്ട്. രാഷ്ട്രീയമായ സഹായമുണ്ട്, സാമ്പത്തികമായ സഹായമുണ്ട്, എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്ന സഹായം. ഈ തരത്തിൽ ഏത് സഹായം ചെയ്യുന്ന ആൾക്കാരെയും ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ നേരിടാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ തീരുമാനം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. വളരെ വ്യക്തമായി ആ കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ട്, വളരെ വ്യക്തമായി അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ നെറ്റ്വർക്ക് പ്രകാരം ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുമാത്രവുമല്ല, പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണെങ്കിലും ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ അവരെ കൂടുതൽ സഹായിക്കുന്നു, അല്ലെങ്കിൽ പാരലായി മറ്റ് സംഘടനകൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ അത് എത്ര ഉന്നതരായാലും ശരി, അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണല്ലോ, അല്ലേ? അവിടെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ, ഈ നരേന്ദ്രമോദി സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കി അതിനെ നിരോധിച്ചപ്പോൾ ആ നിയമങ്ങൾ കേരളത്തിലും ഭാരതത്തിലും നിലനിന്നിരുന്ന നിയമങ്ങൾ തന്നെയാണ്, പുതിയ നിയമങ്ങൾ കൊണ്ടൊന്നുമല്ല ആ സംഘടനയെ നിരോധിച്ചത്. ഈ നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഇത്ര കാലമായിട്ട് ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരോധിക്കാനോ നിയന്ത്രിക്കുവാനോ കഴിഞ്ഞില്ല? അപ്പോൾ അത് പ്രത്യേകിച്ച് കേരളത്തിലെ കണ്ടസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ LDF ആയാലും UDF ആയാലും അവരുടെ സംരക്ഷണം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, സാമൂഹ്യ സംഘടനകളാകട്ടെ, സന്നദ്ധ സംഘടനകൾ എന്ന് പറഞ്ഞ പേരിലുള്ളതാവട്ടെ, NGOകളാകട്ടെ, ഏതൊക്കെ തരത്തിലുള്ള മിഷനറികൾ ഇവർക്ക് സഹായം ചെയ്യുന്നുണ്ടോ ആ സഹായം ചെയ്യുന്നവരെ എല്ലാം തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. അവരെ പോലും ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ആൾക്കാരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടും എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞത് വളരെ നിർണായകമായൊരു തീരുമാനമാണ്. വളരെ സമാധാനം നമുക്കുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. തീവ്രവാദ പ്രവർത്തനത്തിനെ വേരോടെ പിഴുതുകളയുന്ന മോദി സർക്കാരിൻ്റെ അടിസ്ഥാന നയത്തിന് അനുഗുണമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, ഏതെങ്കിലും തീവ്രവാദി ഭാരതത്തിൽ കാലുകുത്തിയാൽ അപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിക്കും, ഇല്ലാതാക്കും എന്നുള്ള ഒരു തീരുമാനമില്ല, കർക്കശമായ തീരുമാനം. ആ തീരുമാനം വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്, വിശദീകരണമാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് നമുക്ക് നൽകിയത്. ആധുനിക കാലത്തെ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന അമിത്ഷായെ പോലെ ഒരു നേതാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJPക്ക് ഒരുപടി മാത്രം അകലെയാണ് കേരളത്തിലെ വിജയം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അത്രത്തോളം കോൺഫിഡൻസ്, ആ ആത്മവിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം യാതൊരു സംശയവും ബാക്കി വയ്ക്കുന്നില്ല. സത്യമാണ്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഒരു വ്യക്തമായ ചോദ്യമായിരുന്നു. BJP ഇപ്പോഴും BJP കേരളത്തിലൊരു ബാലികാറാമലയല്ലേ?
ആ തരത്തിൽ ഇപ്പോഴും ബി ജെ പിക്ക് അവിടെ എത്തിച്ചേരുവാൻ, അധികാരത്തിലേക്ക് എത്തിച്ചേരുവാൻ, ഭരണത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു അകലമില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. കേരളത്തിൽ അത് പറയുകയും മാത്രമല്ല, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്ന വിശകലനം ബി ജെ പിക്ക് കേരളം വലിയ ഒരു പ്രശ്നം തന്നെയാണ്, ലഭ്യമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകി. കേരളത്തിലെ ബി ജെ പിക്ക് ഓരോ വർഷം കിട്ടിയ വോട്ട്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിക്ക് 11% വോട്ട് കിട്ടി. അത് 2019 ആയപ്പോഴേക്കും 16%, 2024 20%. ഇപ്പോൾ ഈ ശതമാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിരോധം നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. രണ്ട് മുന്നണികൾ, വ്യത്യസ്ത പാർട്ടികൾ, 16-ലേറെ പാർട്ടികൾ ശക്തമായി എതിർക്കുന്ന ഒരു സംഘടന. ഇതുപോലെ തന്നെ ഈ നിരീക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ പോലും വ്യക്തമായ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സത്യം പറയാത്തത് കൊണ്ടോ നടത്തുന്ന പ്രചാരണങ്ങൾ, ഈ വിവിധ തരത്തിലുള്ള പ്രചാരണങ്ങളേക്ക് അതിജീവിച്ച് ബി ജെ പി അത്രയും വോട്ട് 20% വോട്ട് നേടിയെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, സൂക്ഷ്മമായ കാര്യങ്ങൾ വിശകലനം, രാഷ്ട്രീയ നിരീക്ഷകർ കുറച്ചുകൂടെ സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. വാസ്തവത്തിൽ സത്യമാണ്. ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച അത് ഏത് തരത്തിലാണ്, ഏത് റൂട്ടിലാണ് അത് പോകുന്നത്, ഏതൊക്കെ തരത്തിൽ എത്രമാത്രം അഗാധമായ തലത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാകുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളുള്ള വിശകലനമൊന്നും വാസ്തവത്തിൽ നടക്കുന്നില്ല. വളരെ ഉപരിപ്ലവമായി ബി ജെ പി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയാണ്, ബി ജെ പി കേരളത്തിൽ വരാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ അന്ധമായ ചില അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമല്ലാതെ ബി ജെ പിയെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അല്ല. ഇത്രമാത്രം എതിർപ്പുണ്ടായിട്ടും ബി ജെ പി എങ്ങനെ ഇത്രയും 20% വോട്ട് നേടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം വാസ്തവത്തിൽ നിരീക്ഷകർക്കില്ല. അവരിപ്പോഴും ബി ജെ പിക്ക് രക്ഷയില്ല എന്നുള്ള തുടങ്ങിയ ചില പഴയ സമവാക്യങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ 4 നൂറ്റാണ്ടിന് മുമ്പുള്ള സമവാക്യം തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ആപ്ലിക്കബിൾ ആക്കുന്നത്. അപ്പോൾ അമിത്ഷാ അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായി വിശകലനം, അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനത്തെയും ഓരോ ജില്ലകളിലെയും വോട്ടിനെക്കുറിച്ചും അതിൻ്റെ വോട്ടിൻ്റെ ഇക്വേഷനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ബോധമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വളരെ സൂക്ഷ്മമായി അതിനെ പഠിച്ച ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരം ഒരു പടി മാത്രം അകലെ ആണ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. 2026 നിയമസഭാ ഇലക്ഷനോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ നിർണായക രാഷ്ട്രീയ ശക്തിയായി ബി ജെ പി മാറുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തുകയുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ച വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു ബി ജെ പി 21,000 സ്ഥലങ്ങളിൽ മത്സരിക്കാൻ പോവുകയാണ്. ആ മത്സരത്തിൽ വരുന്ന ഫലം അത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം കൂടിയായിരിക്കും. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾ ബി ജെ പി കേരളത്തിൻ്റെ വികസനം എന്ന ഒരു പോയിന്റിലേക്കാണ്. ഭാരതം വികസിക്കുന്നു, അവിടെ കേരളത്തിനോ അല്ലെങ്കിൽ ദക്ഷിണ സംസ്ഥാനങ്ങൾക്കോ മാറി നിൽക്കാനാവില്ല. ദക്ഷിണ സംസ്ഥാനങ്ങളുടെയും വികസനം കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നിന്ന് കേരളത്തിലെ മാറ്റി നിർത്തുവാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. പകരം കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിലുള്ള മുദ്രാവാക്യമാണ്. അത് കേരളത്തിലെ നിലവിലുണ്ടായിരുന്ന മാറി മാറി ഭരിക്കുന്ന LDF എന്നല്ല UDF എന്ന് പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിൻ്റെ വികസനത്തിൽ താല്പര്യമില്ല. അവർക്ക് സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ ക്ഷേമത്തിലാണ് താല്പര്യം. മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യം, അധികാരത്തിൽ എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് താല്പര്യമില്ല. ഈ സാഹചര്യത്തിൽ സുതാര്യമായ ഭരണം നടത്തുന്ന, വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധമുള്ള, വ്യക്തമായ വികസന പദ്ധതികളുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാവുകയും ആ ഭരണം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വികസിത കേരളം എന്ന മുദ്രാവാക്യം പോലും കേരളത്തിലെ ജനങ്ങളുടെ മുദ്രാവാക്യമാണെന്നാണ്, അത് ബി ജെ പിയുടെ മുദ്രാവാക്യമായിട്ടാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള മുദ്രാവാക്യമാണ്. ആ പദ്ധതിയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കമുണ്ടാകുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. എന്തായാലും കൂടുതൽ സസ്പെൻസുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് സൂചനകൾ വരുന്നുണ്ട്. കാരണം 2026 മുഖ്യ രാഷ്ട്രീയ കക്ഷിയായി തന്നെ, ശക്തിയായി തന്നെ BJP വളരുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ